അപ്പോൾ മൊബൈൽ ഫോണിന് ഉള്ളിൽ കയറിയിരുന്ന് ഈ ഒരു വീഡിയോ കാണുന്ന ആരൊക്കെ ഉണ്ട് അവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി വേറെ ഒന്നുമല്ല, 2002 പുറത്തിറങ്ങിയ ഡോഗ് സോൾജിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൊറർ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓരോ നിമിഷവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവി. ഒരു കാടിനകത്ത് 6 സോൾജേഴ്സിനെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇറക്കി വിടുകയാണ്. പക്ഷെ അവർ അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവർ ഒരു പ്രതീക്ഷിക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ തിന്നുന്ന മനുഷ്യ ചെന്നായ്ക്കള് ആ ഒരു കാടിനകത്തുണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം ഈ ഒരു 6 സോൾജേഴ്സ് എങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണ്. അതുമല്ല ക്ലൈമാക്സിലെല്ലാം എത്തുമ്പോഴത്തേക്കും നമ്മൾ ഒരു പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റിന് മേലെ ട്വിസ്റ്റും ഈ ഒരു മൂവിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ സ്കോട്ട്ലാൻഡിലെ ഒരു വലിയ കാടാണ് കാണിക്കുന്നത്. അതുപോലെ ആ ഒരു കാടിനകത്ത് കാണിക്കുമ്പോൾ 2 കപ്പിൾസ് ഈ ട്രക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാടിനകത്തേക്ക് വരുമല്ലോ. അതുപോലെ തന്നെ അവർ രണ്ടുപേരും കാടിനകത്തേക്ക് വന്നിട്ട് അതിൽ ആ ഒരു പയ്യനാണെങ്കിൽ ഇന്ന് ബർത്ത്ഡേയും കൂടിയാണ്. അതിനെപ്പറ്റിയെല്ലാം കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുപോലെ അവളാണെങ്കിൽ അവന് ഗിഫ്റ്റ് ആയിട്ട് ഒരു സിൽവർ കളറിലുള്ള ഒരു കത്തി ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടുപേരും ടെന്റിനകത്തേക്ക് കയറിയിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് വെളിയിൽ എന്തോ ഒരു ശബ്ദം. അവർ ആ ഒരു ടെന്റിന് ചുറ്റും നോക്കുന്ന സമയത്താണ് ആ ഒരു ടെന്റിന്റെ സിബ് ഉണ്ടല്ലോ അത് പതിയെ ഇങ്ങനെ തുറന്നു വരുന്നു. എന്നിട്ട് പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ഒരു പെണ്ണിനെ വലിച്ചെടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോകുന്നതും അവളെ കൊടൂരമായിട്ട് കൊല്ലുകയാണ്. അതുമല്ല രക്തമെല്ലാം തെറിക്കുന്ന കാണുമ്പോൾ അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പേടിച്ചിട്ട് അടുത്തിരിക്കുന്ന ആ ഒരു കത്തി എടുക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിന് മുന്നേ തന്നെ അവനെയും വലിച്ചെടുത്ത് ആ ഒരു മൃഗം കൊല്ലുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ 2 മണിക്കൂറിന് മുന്നേ ഈ ഒരു കാട്ടിലെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ കാണിച്ചു തരാണ്. ഒരുത്തൻ ഇപ്പോൾ കാടിനകത്തോടെ നല്ല വേഗതയിൽ ഇങ്ങനെ ഓടുന്നു. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അതുമല്ല അവന്റെ പുറകെ കുറച്ച് പേര് ടോർച്ചെല്ലാം അടിച്ചിട്ട് അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതുമല്ല അവന്റെ പുറകെ ആണെങ്കിൽ ഒരു നായ ഓടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവന്റെ പുറകെ ഓടുന്നതും ഹീറോ ഓടി വന്നിട്ട് ഒരു മരത്തിനടുത്തേക്ക് വന്നിരിക്കുമ്പോൾ എല്ലാവരും അവനെ ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ടീമിലുള്ള ഒരു ക്യാപ്റ്റൻ വന്നിട്ട് ഹീറോയോട് പറയും, ഏയ് എന്തായാലും ഈ ഒരു ടെസ്റ്റിൽ നീ പാസ്സായി, എല്ലാ കാര്യങ്ങളും നീ നല്ലതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കാണുന്നത് നമുക്ക് മനസ്സിലാവുന്നത് സത്യത്തില് ഇവനെ പിടിക്കാനായിട്ടൊന്നുമല്ല വന്നത്, ഇതൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു ടെസ്റ്റ് ആയിരുന്നു. അങ്ങനെ അത് കേട്ട് സന്തോഷമായിട്ട് ഹീറോ ഞാൻ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ക്യാപ്റ്റൻ അയാളിപ്പോൾ മറ്റൊരു കാര്യം പറയുന്നത്, ശരി നിന്നെ ഇനി ഞാൻ സ്പെഷ്യൽ ടീമിലേക്ക് മാറ്റാൻ പോവാണ്. പക്ഷെ അതിനു മുന്നേ നീ ഒരു കാര്യം ചെയ്യണം. നമ്മളോടൊപ്പം ഇത്രയും നാൾ നിൽക്കുന്ന ഈ ഒരു നായല്ലേ അതിനെ നീ ഷൂട്ട് ചെയ്ത് കൊല്ലണം. ഇതിപ്പോൾ ഹീറോയ്ക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? ഇത്രയും നാൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നായല്ലേ. അപ്പോൾ ഈ ഒരു ക്യാപ്റ്റൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ ശാരീരികമായിട്ട് മാത്രം സ്ട്രോങ് ആയ പോലെ മാനസികമായിട്ട് നല്ല സ്ട്രോങ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഹീറോ ആണെങ്കിലോ ഒരു വിധത്തിൽ അതിനെ കൊല്ലത്തില്ല. അയാളാണെങ്കിൽ ഇത് ചെയ്യാതെ ഹീറോയെ ആ ഒരു സ്പെഷ്യൽ ടീമിലേക്ക് കയറ്റെത്തൂല. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, സോറി സാർ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാപ്റ്റൻ പറയും, അങ്ങനെയാണെങ്കിൽ നീ ഇനി എൻ്റെ ഈ ഒരു സ്പെഷ്യൽ ടീമിൽ ഒരിക്കലുമില്ല, അതുകൊണ്ട് നിന്നെ നാളെ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് മറ്റൊരു തന്നെ അടുത്തേക്ക് വിളിച്ചിട്ടാണ് ആ ഒരു ക്യാപ്റ്റൻ പെട്ടത് കൂടെയുള്ള ഒരു നായയെ ഷൂട്ട് ചെയ്തും കൊല്ലുന്നു. ഇത് കാണുന്നത് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് നേരെ വന്ന് അവന് 2 ഇടി ക്യാപ്റ്റൻ എന്ന് പോലും നോക്കത്തില്ല. പക്ഷെ നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിലോ ഹീറോയെ അടിച്ച് താഴേക്ക് ഇട്ടിട്ടാണ് ശരി ഇവനെ നാളെ തന്നെ പറഞ്ഞു വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ 4 ആഴ്ചയ്ക്ക് ശേഷം കാണിക്കുകയാണ്. ഇപ്പോൾ കാണിക്കുമ്പോൾ നേരത്തെ കണ്ടല്ല ആ ഒരു കാട്, ആ ഒരു വലിയ കാടിന് മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ അങ്ങനെ പറന്നു വന്ന് കാടിനകത്തേക്ക് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഒരു 6 സോൾജേഴ്സ് അവരെ 6 പേരെയും അവിടേക്ക് ഇറക്കി വിട്ടിട്ട് ആ ഒരു ഹെലികോപ്റ്റർ അവിടെ നിന്ന് പോവാണ്. വേറെ ഒന്നുമില്ല, ഈ 6 സോൾജേഴ്സ് ഉണ്ടല്ലോ അവർക്കൊരു ട്രെയിനിങ് കൊടുത്തേക്കാണ്. ഇവർ 6 പേരും ഈ ഒരു കാട്ടിൽ നിന്ന് സർവൈവ് ആയിട്ട് തിരിച്ചു വരണം. അങ്ങനെ ഇവരായാലും അത് കയ്യിലെടുത്ത് നടന്നിങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ ഈ ഒരു പലയിടങ്ങളിലും റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ നടക്കാൻ തുടങ്ങണം. അപ്പോൾ ഈ ഒരു ടീമിലാണ് നമ്മുടെ ഹീറോയും ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇവരിരുന്ന് സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോ ഇവരോട് ഒരു കാര്യം പറയുന്നത്, ഈ 4 ആഴ്ചയ്ക്ക് മുന്നേ എനിക്ക് ഈ ഒരു കാട്ടിലെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ഞാൻ ഫെയിൽ ആയിപ്പോയി. അതേസമയം തന്നെ ഈ ഒരു കാട്ടിലെ മറ്റൊരു കാര്യം സംഭവിച്ചു, ഒരു കപ്പിൾസിനെ എന്തോ ഒന്ന് വന്ന് അറ്റാക്ക് ചെയ്ത് കൊന്നു. അത് വളരെ കൊടൂരായിട്ട് അവരുടെ ശരീരം കിട്ടിയതോ പീസായിട്ട് ആരാണ് ഏത് മൃഗമാണ് എന്നൊന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ഇവരോട് ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവരെല്ലാവരും അവിടെ നിന്ന് നടന്നിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ രാത്രി ആയതുകൊണ്ട് ഒരിടത്ത് ക്യാമ്പ് ചെയ്തിട്ട് അതും വലിയ 2 പാറകൾക്കിടയിലായിട്ട് തീയെല്ലാം കൂട്ടിയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ കൂട്ടത്തിൽ സെർജ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അവനാണെങ്കിലോ അവന്റെ സ്വന്തം കഥയുണ്ടല്ലോ, വിഷമങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അതെല്ലാം ഇവരോട് ഇങ്ങനെ ഷെയർ ചെയ്യാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം പെട്ടെന്ന് ഇവരുടെ ഇടയിലേക്ക് എന്തോ ഒന്ന് മുകളിൽ നിന്നിങ്ങനെ വന്ന് വീഴുന്നു. ഇവരെല്ലാവരും പേടിച്ചിട്ട് പെട്ടെന്ന് തോക്കെടുത്ത് അതിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാലേ അതൊരു മാനോ എന്തോ ആണ്, അതിന് വേറെ എന്തോ ജീവി കൊന്നിട്ട് ഇവരുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ 2 പാറകൾക്കിടയിലിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവരായാലും അതിനെ നോക്കിയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവർ തീരുമാനിക്കും, ഇല്ല വേണ്ട, നമ്മൾ എന്തായാലും ട്രെയിനിങ്ങിനായിട്ടല്ല വന്നിട്ടുള്ളത്, ഈ ഒരു ചെറിയ കാര്യമെല്ലാം പറഞ്ഞിട്ട് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല,
ശരി എന്തായാലും നമുക്ക് നാളെ ഇതിനെപ്പറ്റി നോക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കിടന്നുറങ്ങാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇവർ ആദ്യം തന്നെ നോക്കുന്നത് ആ ഒരു മാനിനെ എന്താണ് കൊന്നത്, എന്താണ് ഇവിടേക്ക് വലിച്ചെറിഞ്ഞതെന്നാണ്. അതുമല്ല നല്ലതുപോലെ എല്ലായിടങ്ങളിലും നോക്കുമ്പോഴത്തേക്കാണ് പലയിടങ്ങളിലായിട്ട് അതിന്റെ മാംസം എല്ലാം ഇങ്ങനെ പീസ് പീസായിട്ട് കിടക്കുന്നത്. അങ്ങനെ അതെല്ലാം എടുത്ത് നോക്കിയിട്ട് ഇതെന്ത് മൃഗമാണ് ഇതിനെ അറ്റാക്ക് ചെയ്തതെന്ന് മാത്രം ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് കുറച്ച് ദൂരെ നിന്നും ഒരു ഫ്ലെയർ മുകളിലേക്ക് ഉയരുന്നു. ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെയാണ് അവിടേക്ക് പോയിട്ട് ഈ ഒരു ഫ്ലെയർ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും ഓടി അവിടേക്ക് ചെല്ലുന്നതും അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് ആഹാ, ഇതിനു മുന്നേ തന്നെ ഇവരെ പോലെ കുറെ സോൾജേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ടെന്റ് അടിച്ച ആ ഒരു സ്ഥലമാണ്. അതുമല്ല ആ ഒരു സ്ഥലത്ത് ആ ഒരു സോൾജേഴ്സിന്റെ ശരീരഭാഗങ്ങളുണ്ടല്ലോ അതെല്ലാം പീസ് പീസായിട്ട് കുടലും പണ്ടവും എല്ലാം പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ആദ്യം ആരും അവിടേക്ക് പോകത്തില്ല. എല്ലാവരും ചുറ്റിനും നോക്കാണ് എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ, നല്ല പേടിയുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ആ സോൾജേഴ്സിന്റെ തോക്ക്, ബോംബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇവർക്ക് കിട്ടുന്നത്. അതെല്ലാം ഇങ്ങനെ എടുത്തു വയ്ക്കുകയാണ്. അതുമല്ല ഇവിടെയുള്ള തോക്കോ മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അടുത്തുള്ളൊരു പെട്ടിയുടെ അടുത്ത് നിന്നും എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. എല്ലാവരും ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട ആ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ആ ഒരു ക്യാപ്റ്റനാണിത്. നമ്മുടെ ഹീറോയെ തന്നെ അടിച്ച അയാളുടെ ശരീരം നോക്കുമ്പോഴത്തേക്കും മുഴുവനായിട്ട് രക്തമുണ്ട്. ഇവരെ കാണുന്നതും പെട്ടെന്ന് ബോധം കെട്ട് താഴേക്കൊന്ന് വീഴുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും ഓടി അടുത്തേക്ക് വന്നിട്ട് സാർ എന്തുപറ്റി എന്നെല്ലാം ചോദിക്കുമ്പോൾ അയാൾ പറയും ഇതേപോലെ ഒരു സ്പെഷ്യൽ മിഷന് വേണ്ടിയിട്ട് ഈ ഒരു കാട്ടിലെ ഒരു കൊടൂര മൃഗമുണ്ട്, അതിനെ കൊല്ലാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടേക്ക് വന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെയോ ഇവിടേക്ക് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ആക്രമിക്കുമായിരുന്നു. ബാക്കി എല്ലാവരും മരിച്ചുപോയി, ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ജീവനായിട്ട്. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുന്നതും ഇവരുടെ കൂടെ വന്ന എല്ലാവരും ഉണ്ടല്ലോ അവരിപ്പോ പേടിയാൻ തുടങ്ങും. ഇവരിപ്പോ എന്താണ് അറ്റാക്ക് ചെയ്തതെന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ. അതുമല്ല ഇവരാണെങ്കിൽ വെളിയിലുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത് അത്രയും വലിയൊരു കാടായതുകൊണ്ട് വെളിയിലേക്ക് സിഗ്നൽ ഒന്നും പോകുന്നില്ല. അതുപോലെ ഈ ഒരു ക്യാപ്റ്റൻ കൊണ്ടുവന്ന റേഡിയോ ഉണ്ടല്ലോ അതെല്ലാം നശിച്ചു കിടക്കുന്നതുകൊണ്ട് ശരി എത്രയും പെട്ടെന്ന് ഈ ഒരു ക്യാപ്റ്റനെ കൊണ്ട് വെളിയിലേക്ക് പോകാൻ ഇവർ തീരുമാനിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ക്യാപ്റ്റൻ പറയുന്നത് നിങ്ങൾ എത്ര രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ആ ഒരു ജീവിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല, അത് നിങ്ങൾ എല്ലാവരെയും കൊല്ലുമെന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നത് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ആ ഒരു സർജൻ പറയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്ലാൻ ചെയ്യാം, 3 പേര് മുന്നിലേക്ക് പോട്ടെ, ബാക്കി ഞങ്ങൾ 3 പേര് ഈ ഒരു ക്യാപ്റ്റനെ കൊണ്ട് നിങ്ങളുടെ പുറകെ വരാം. കാരണം നിങ്ങൾ 3 പേര് മുന്നിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് ഞങ്ങളോട് പറയണം. അങ്ങനെ തീരുമാനിച്ച് ഇവര് ഇപ്പോൾ 2 ആയിട്ട് പിരിഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അതുമല്ല ആദ്യം പോകുന്ന ആ ഒരു 3 പേരിൽ അവസാനം വരുന്ന ഒരുത്തനുണ്ട്. അവനാണെങ്കിൽ വളരെ പേടിയുള്ള ഒരുത്തൻ, എപ്പോഴും പേടിച്ചാണ് നടക്കുന്നത്. അങ്ങനെ അവൻ ഓടി പോകുന്ന സമയത്താണ് അവന്റെ കണ്ണിനെ അവൻ എന്തോ ഒരു ജീവി അങ്ങനെ കാണുന്നു. അങ്ങനെ ഇവനാണെങ്കിലും പേടിച്ചിട്ട് അതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നതും അതിന് മുന്നേ തന്നെ ആ ഒരു ജീവിയും അതേപോലെ തന്നെ 1-2 ജീവികൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം കൂടി ചേർന്നിട്ട് അവനെ ചുറ്റി വളഞ്ഞ് ഓടിച്ച് അവസാനം ആ ഒരു സോൾജറിനെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യാണ്. അതേസമയം തന്നെ ഈ ഒരു ശബ്ദം കേട്ട് സർജൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സോൾജർ ഉണ്ടല്ലോ അയാളോടി എന്താണെന്ന് പറഞ്ഞിട്ട് ഓടി ഇവിടേക്ക് വരുമ്പോൾ അവിടെ പ്രത്യേകിച്ച് കാണാൻ കഴിയുന്നില്ല. അതേസമയം തന്നെ മനുഷ്യനെ പോലെയുള്ള ചെന്നായ അയാളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നതും അവനാണെങ്കിലും തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അവന്റെ വയറെല്ലാം കീറി അവൻ മരിക്കാറായിട്ട് കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ അതിനു മുന്നേ തന്നെ ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ഹീറോ അവിടേക്ക് വന്നിട്ട് നല്ലതുപോലെ അതിനെ ഷൂട്ട് ചെയ്ത് അവസാനം ആ ഒരു മൃഗം അവിടെ നിന്ന് പോകുന്നതും ഹീറോ ഇവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. പക്ഷേ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഇനി അധികം നേരം അവനെ കൊണ്ട് പിടിച്ചേക്കാൻ കഴിയത്തില്ല. കാരണം ശരീരം മുഴുവനായിട്ട് മുറിഞ്ഞ് രക്തമെല്ലാം ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആയാലും പറയുന്നുണ്ട് സർജൻ നിങ്ങൾ ഒരിക്കലും മരിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കൊണ്ട് ഞാൻ പോകത്തേയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സർജനെ എടുത്ത് ഇവരുടെ ടീമിനടുത്തേക്ക് തന്നെ ചെല്ലാണ്. അതേസമയം ഇവരുടെ കൂടെ തന്നെ ആ ഒരു ജീവ അത്രയും നേരം പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. ഒരു വിധത്തിൽ ആ ഒരു ടീമിനടുത്തേക്ക് വന്നിട്ട് ഇപ്പോഴാണ് അവരെല്ലാവരും പറയുന്നത് ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇനി ഒരുമിച്ച് നിൽക്കാം, 2 ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോഴാണെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഇവരാണെങ്കിൽ നടന്നു പോകുമ്പോൾ അവരുടെ പുറകെ ആ ഒരു തോക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്താണ് പോകുന്നത്. ഇവരുടെ ചുറ്റിനാണെങ്കിൽ മനുഷ്യ ചെന്നായ്ക്കളാണ്. ഇവരെങ്ങനെയാണ് ഈ ഒരു കാട്ടിൽ വന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊന്നും ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ എല്ലാവരും ഒരുപാട് ദൂരം ഓടി വരുന്ന സമയത്താണ് ഈ കാടിന് നടുവിലൂടെ ഒരു വഴി ഇങ്ങനെ പോകുന്നതായിട്ട് കാണുന്നത്. അതുമല്ല കുറച്ച് ദൂരെ നോക്കുമ്പോൾ ഒരു വണ്ടി ഇങ്ങനെ വരുന്നു. ആഹാ ആശ്വാസമായി. അതുമല്ലാതെ ഇവരെല്ലാവരും ഈ മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. ആ ഒരു വണ്ടി അടങ്ങിയ നല്ല സ്പീഡിന് വരുന്നു. ഇപ്പൊ ഈ ഒരു വണ്ടി തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരെയും ആ ഒരു ചെന്നായ്ക്കൾ കൊല്ലും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഓടി വന്ന ആ ഒരു വണ്ടിയുടെ മുന്നിലേക്ക് ചാടി ഇങ്ങനെ വീഴുന്നതും വണ്ടി അവിടെ കൊണ്ടുവന്ന് ചവിട്ടി നിർത്തുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു ലേഡിയാണ്. ഇതാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോയിൻ. അവളുടെ പേര് മേഘൻ. അപ്പൊ കാര്യമൊന്നും പറയാനില്ല, എല്ലാവരും കൂടി ഓടി വന്നിട്ട് ആ ഒരു വണ്ടിയിലേക്ക് ചാടി കയറുന്നതും ഹീറോയിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവളും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. അതുമല്ല ഇവരുടെ ചുറ്റിനാണെങ്കിൽ ആ ഒരു ചെന്നായ്ക്കൾ വന്നിട്ടില്ലേ, അതുകൊണ്ട് അതിലൊരെണ്ണം ചാടി ഈ ഒരു വണ്ടിയുടെ മുകളിലേക്ക് കയറിയിട്ട് ഇത് തകർത്ത് ഉള്ളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന്റെ കൈ ഉള്ളിലേക്ക് ഇട്ട് ഇവരെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരെല്ലാവരും പേടിച്ച് നിൽക്കുന്നു. അതിലൊരു സോൾജർ ആണെങ്കിൽ പെട്ടെന്ന് ഒരു കത്തി എടുത്ത് അതിന്റെ കയ്യിലേക്ക് ഒരു ഒറ്റ കുത്ത്. അതേസമയം ഹീറോയിൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതും എങ്ങനെയോ സ്പീഡിനെ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നു.
അങ്ങനെ ഇവർക്കെല്ലാവർക്കും നല്ല ആശ്വാസമായി. പോകുന്ന വഴിക്കാണ് ഹീറോയിനോട് ചോദിക്കുന്നത്, അല്ല നീ ആരാ, നീ എന്താ ഈ ഒരു കാട്ടിൽ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അവളൊരു സുവോളജിസ്റ്റ് ആണ്, ഈ കാട്ടിലെ മൃഗങ്ങളെ പറ്റിയെല്ലാം പഠിക്കാനും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. അതുമല്ല ഈ ഒരു കാടിനകത്ത് ഒരേ ഒരു വീട് മാത്രമേ ഉള്ളൂ, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ നിന്ന് വെളിയിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൾ താമസിക്കുന്ന ആ ഒരു വീടിനകത്തേക്ക് ഇവരെ കൊണ്ടുപോവാണ്. അതുമല്ല പോകുന്ന വഴിക്ക് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെല്ലാം ആരാന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നതാണ്, പക്ഷേ ഈ ഒരു കാടിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് കാരണമാണ് നമ്മൾ രക്ഷപ്പെട്ട് ഇപ്പോൾ ഇവിടേക്ക് വന്നത്. ശരി, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വെളിയിൽ പോയതിനു ശേഷം എല്ലാ കാര്യങ്ങളും പറയാമെന്ന് പറഞ്ഞ അവസാനം ഇവരെല്ലാവരും ആ ഒരു വീട്ടിലേക്ക് വന്നു. അതുപോലെ ഇത്രയും നേരം അവർ ചെന്നായ ഇവരെ ഫോളോ ചെയ്ത് വരുമല്ലായിരുന്നു. അതുകൊണ്ട് ഇനി ഈ ഒരു വീടിനകത്ത് അത് ചിലപ്പോൾ ഉണ്ടായാലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്യാമെന്നും പറഞ്ഞ് കുറച്ച് പേര് ഞങ്ങൾ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആ ഒരു വീടിനകത്തേക്ക് പോയിട്ട് എല്ലാവരും ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു കിച്ചൺ ഭാഗത്തെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. അതേസമയം അടുത്തുള്ള റൂമിൽ എന്തോ ഒരു ശബ്ദം കേട്ട് ആ ഒരു റൂമിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉള്ളത് ഒരു നായാണ്, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഹീറോ വെളിയിലേക്ക് വന്നിട്ട് ഓക്കെ ശരി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും അകത്തേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ ഇവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു സർജൻ ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ ദേഹമെല്ലാം മുറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സർജനെ ഒരിടത്തേക്ക് ഇരുത്തി അവരുടെ ആ ഒരു ലീഡർ സ്ഥാനമുണ്ടല്ലോ അത് അവനങ്ങ് ഏറ്റെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹീറോയിനോട് ചോദിക്കും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡിവൈസോ മറ്റു കാര്യങ്ങളോ ഇവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ നോക്കുമ്പോഴത്തേക്ക് അത് അവിടെ ഇവിടെ കാണാനില്ല. അതുപോലെ ഹീറോയിൻ പറയും ഈ ഒരു കാട്ടിൽ നിന്ന് നമുക്ക് വെളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ യാത്ര ചെയ്യണം. 4 മണിക്കൂർ കഴിഞ്ഞ് ചെന്നാലും അടുത്തുള്ളത് ഒരു ഗ്രാമം മാത്രമാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് സിഗ്നൽ വരെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ പറയും ശരി അങ്ങനെയാണെങ്കിൽ സർജനും ഇവരും ഇവിടെ ഇരിക്കട്ടെ, ഞാനും എന്നോടൊപ്പം മറ്റൊരുത്തനെ കൊണ്ടുപോയിട്ട് ആ ഒരു ഗ്രാമത്തിലേക്ക് ചെന്ന് അവിടെ വെച്ച് ആരുടെയെങ്കിലും കോൺടാക്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാണ്ട് ശ്രമിക്കാം എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും തോക്ക് കൊടുത്ത് വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് മറ്റൊരു പ്രശ്നം, വേറെ ഒന്നുമല്ല, ഈ ഒരു കാടിന് നടുവിൽ ആ ഒരു വീടുണ്ടല്ലോ ആ ഒരു വീടിനെ ചുറ്റി ഇപ്പോൾ ആ മനുഷ്യ ചെന്നായികൾ വന്നിരിക്കുകയാണ്. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹീറോ ആണെങ്കിൽ പെട്ടെന്നൊരു ഫ്ലെയർ ലൈറ്റ് എടുത്ത് അങ്ങനെ കത്തിച്ചു നോക്കുമ്പോൾ ദൂരെ ഒരു ചെന്നായി അങ്ങനെ നിൽക്കുന്നു. അതുപോലെ ഇവരിവിടേക്ക് വന്ന ആ ഒരു വണ്ടി ഉണ്ടല്ലോ അത് മൊത്തത്തിൽ നശിപ്പിച്ചു വെച്ചേക്കാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇനി അകത്തേക്ക് പോകണം, കാരണം ആ ഒരു ചെന്നായികള് ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കാണ്. അപ്പോഴേക്കും ഹീറോ കൂടെയുള്ള ആ ഒരുത്തനോട് പറയും ശരി നീ പതിയെ ഉള്ളിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് ആ കേടായി കിടക്കുന്ന വണ്ടി ഉണ്ടല്ലോ അതിന്റെ പെട്രോൾ എല്ലാം ലീക്കായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടിയിലേക്ക് ഷൂട്ട് ചെയ്യുന്നതും അത് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പില് ഇവര് ആ ഒരു ചെന്നായികളിൽ നിന്നും ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് അകത്തേക്കും വരുന്നു. അതുപോലെ ഇവർ അകത്തേക്ക് കയറുമ്പോൾ ആ ഒരു ഡോർ വഴി ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചെന്നായ കൈയെല്ലാം അകത്തേക്ക് ഇടുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാവരും അകത്ത് നിന്ന് തള്ളി തള്ളി അതിനെ വെളിയിലേക്ക് ഇങ്ങനെ വിട്ടിട്ട് ആ ഒരു ഡോറിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ അതുവഴി ഹീറോ ഇപ്പോൾ അതിനെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ വീടിന് വെളിയിൽ അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഉള്ളിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഇവരുടെ വീടിനകത്തുള്ള ആ ഒരു നായ ആ മുറിവെല്ലാം കെട്ടി വെച്ചിരിക്കുന്ന സർജൻ ഉണ്ടല്ലോ അയാളുടെ ബാൻഡേജിലൊക്കെ പിടിച്ച് ഇങ്ങനെ കടിച്ചു വലിക്കുകയാണ്. ഇത് കാണുന്നതും ഇവർ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആ ഒരു ക്യാപ്റ്റൻ സോൾജർ അയാൾ പെട്ടെന്ന് ഈ ഒരു നായയെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഇതിന് മുന്നേ ഒരു നായനെ അയാൾ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വരുന്നതും മറ്റൊരു സോൾജർ വന്ന് ഇയാളുടെ ദിശ മാറ്റുമ്പോഴത്തേക്കും അത് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും അയാളെ വന്ന് തടയുന്നുണ്ട്. എന്നിട്ട് പറയും നമ്മളെല്ലാവരും ഇപ്പോൾ ടെൻഷനിലും ആ ഒരു പേടിയിലും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് ആരും പേടിക്കേണ്ട, നമുക്ക് സേഫ് ആയിട്ട് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാന്നെല്ലാം പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അതുപോലെ എല്ലാവർക്കും കുടിക്കാനായിട്ട് വെള്ളം മറ്റു കാര്യങ്ങളെല്ലാം ശേഖരിച്ചു വെക്കണം, പിന്നീട് ഇവിടെയുള്ള കതക് ജനാലകൾ ഇതെല്ലാം നല്ലതുപോലെ ലോക്ക് ചെയ്യണം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നല്ലൊരു ലീഡർ ആവാനായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഇപ്പോൾ നമ്മുടെ ഹീറോയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതുപോലെ ഹീറോ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാണ്. അതുമല്ലാതെ വെളിയിലാണെങ്കിൽ ആ ഒരു ചെന്നായ്ക്കള് ഇപ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അത് കേട്ട് എല്ലാവരും പേടിച്ചു. അതുമല്ല എപ്പോഴാണ് ഇത് അറ്റാക്ക് ചെയ്യാൻ വരുന്നതെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. എല്ലാവരും ഇങ്ങനെ നിൽക്കാണ്. അതുപോലെ വീടിനകത്ത് എന്തെങ്കിലും ആയുധങ്ങളുണ്ടോ എന്ന് നോക്കുമ്പോൾ ചിലർക്ക് കത്തി, കോടാലി, വാള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു സർജൻ ഉണ്ടല്ലോ അവന്റെ മുറിവൊക്കെ നല്ലതുപോലെ ഉണ്ട്, അതെല്ലാം വെച്ച് കേട്ടാന്ന് പറഞ്ഞിട്ട് അവനെ എടുത്ത് നേരെ മുകളിലത്തെ റൂമിലേക്ക് കൊണ്ടുപോയി ആ ബെഡിലേക്ക് കിടത്തിയിട്ട് ഒരു ഗ്ലൂ കൊണ്ട് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന അതെടുത്ത് ആ ഒരു മുറിവിൽ ഇങ്ങനെ തേക്കാണ്. ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യുന്നത് പോലെ മയക്കുകയോ മരവിപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല വേദനയുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അയാൾ പറയും എനിക്ക് ഈ ഒരു വേദന സഹിക്കാൻ കഴിയത്തില്ല, എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മുഖത്തെല്ലാം ഇടിക്കാൻ പറയുമ്പോൾ ഹീറോ ഒരു ഒറ്റ ഇടി ആ ഒരു ഇടി കൊണ്ട് അവന്റെ ബോധം പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവന്റെ മുറിവെല്ലാം കെട്ടി വെക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നത് അല്ല നീ എത്ര നാളായി ഇവിടെ വരുന്നു, അതുപോലെ വെളിയിലുള്ള ആ ഒരു ചെന്നായ്ക്കള് അതെന്താണ്, അതിനെല്ലാം കാണുമ്പോൾ മനുഷ്യനെ പോലെ തോന്നുന്നുണ്ടല്ലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ഞാനും അതിനെപ്പറ്റി തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതുമല്ല എല്ലാ സമയവും ഞാൻ ഇവിടേക്ക് വരത്തില്ല, വല്ലപ്പോഴാണ് ഇവിടേക്ക് വരുന്നത് തന്നെ. അങ്ങനെ ഇന്ന് വരുമ്പോഴത്തേക്കാണ് നിങ്ങളെ ഞാൻ കണ്ടത്, അതുകൊണ്ട് എനിക്കും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ കഴിയുമെന്ന് ഒരിക്കലും തോന്നില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ചെന്നായ്ക്കളെല്ലാം അത് എന്തോ ഒരു പരീക്ഷണം കാരണം ഇതുപോലെ ഉണ്ടായതാണ്, കൂടാതെ വെളിച്ചം വരുന്ന സമയത്ത് ഒരിക്കലും അതിവിടെ നിൽക്കാൻ സാധ്യതയില്ല, എല്ലാം മറഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു രാത്രി കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെല്ലാം പറയുന്നതും ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഹീറോ ഇപ്പോൾ
ആ ഒരു ക്യാപ്റ്റനെ സംശയിക്കാൻ തുടങ്ങാണ്. കാരണം അയാളെ ഈ ഒരു കാട്ടിൽ നിന്ന് കിട്ടുമ്പോൾ ശരീരം മുഴുവൻ രക്തമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ക്യാപ്റ്റൻ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സമയത്ത് അവശനായിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരുന്ന ആള് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഞങ്ങൾ നിന്നെ കാണുമ്പോൾ ഇതുപോലെ അല്ലായിരുന്നല്ലോ, ഇപ്പതേ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ മുറിവ് ഞങ്ങൾക്ക് കാണുമെന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ ഇവിടെ നിന്നൊരു തൂക്കെടുത്ത് വെച്ചിട്ട് മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാണ്. ഇതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ നല്ല സംശയമായി. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും പതിയെ പുറകിലൂടെ വന്നിട്ട് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി ആ ഒരു ഗ്യാപ്പിൽ എല്ലാവരും കൂടി ചുറ്റിനും ആ ഒരു ക്യാപ്റ്റനെ പിടിച്ചിട്ട് ഇപ്പൊ ആ ഒരു മുറിവെടുത്ത് നോക്കുമ്പോഴത്തേക്കും ആഹാ അവന്റെ ശരീരത്ത് മുറിവുകളൊന്നും കാണാനില്ല. അപ്പൊ ഇയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വീടിനകത്തെ കറണ്ട് അങ്ങ് പോവാണ്. വേറെ ഒന്നുമല്ല, വെളിയിലുള്ള ആ ഒരു ചെന്നായ്ക്കള് ജനറേറ്റർ ഉണ്ടല്ലോ അത് നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും അലർട്ടായിട്ട് നിൽക്കാണ്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ആ ഒരു ചെന്നായ്ക്കള് അകത്തേക്ക് വരാം. അതേസമയം ആ ഒരു ക്യാപ്റ്റൻ പറയുന്നുണ്ട്, രാത്രി ആയി കഴിഞ്ഞാൽ ആ ഒരു ചെന്നായ്ക്കൾക്ക് നല്ലതുപോലെ കണ്ണു കാണാൻ കഴിയും, അതുകൊണ്ട് നമ്മുടെ കാര്യം തീർന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ ആ ഒരു വീടിന് ചുറ്റും ചെന്നായ്ക്കൾ വന്ന് അകത്തേക്ക് കയറാണ്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഈ സോൾജേഴ്സ് ഉണ്ടല്ലോ അവരെല്ലാവരും തോക്കെല്ലാം വെച്ചിട്ട് ഇത് അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി അതിന് ഷൂട്ടെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ചെന്നായ്ക്കൾക്കും ബുദ്ധിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരെ ഓരോ തവണ ഷൂട്ട് ചെയ്തിട്ട് ഗണ്ണ് ലോഡ് ചെയ്യുമല്ലോ, ആ ഒരു ടൈം നോക്കി ഇത് അകത്തേക്ക് കയറാൻ ശ്രമിക്കും. അതിലൊരു സോൾജർ ആണെങ്കിൽ ഒരു ഷോട്ട് ഗണ്ണാണ് വെച്ചിട്ടുള്ളത്, അത് വെച്ച് നല്ലതുപോലെ ഈ ഒരു ചെന്നായനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അതിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയം ലോഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ ഒരു ചെന്നായ ആ ഡോർ തകർത്ത് അകത്തേക്ക് കയറാൻ വരുമ്പോൾ നമ്മുടെ ഹീറോ തിളപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളമുണ്ട് അതെടുത്ത് അതിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയേറ്. ആ ഒരു ചെന്നായ അവിടെ നിന്ന് ഓടുന്നതും മറ്റൊരു ചെന്നായ കാണിക്കുമ്പോൾ വേറൊരു സോൾജർ ഉണ്ട്, അവനെ അങ്ങനെ തോളിൽ തൂക്കി പിടിച്ചെടുത്ത് അവനെ കൊല്ലാനായിട്ട് വരുന്നതിന് മുന്നേ നമ്മുടെ ഹീറോ കയ്യിലൊരു കോടാലി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ച് ഈ ഒരു ചെന്നായുടെ കൈ ഒരു ഒറ്റ വിട്ട് അങ്ങനെ ആ ഒരു സോൾജറും ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മുകളിൽ ആ ഒരു സർജൻ ഉണ്ടല്ലോ അയാളെ രക്ഷിക്കാന്നും പറഞ്ഞിട്ട് ഹീറോ പതിയെ മുകളിലേക്ക് കയറി പോകുന്ന അതേ സമയം ശബ്ദം ഉണ്ടാക്കാതെ ഒരു ചെന്നായ പതിയെ ആ ഒരു റൂമിനകത്തേക്ക് കയറി വരുന്നു. ഇത് കാണുന്ന നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് തൂക്കെടുത്തിട്ട് പറ്റിച്ച് അകത്ത് കയറാൻ നോക്കുന്നു. നായിന്റെ മോനെ, സോറി ചെന്നായുടെ മോനെ എന്നും പറഞ്ഞ് അതിനെ അങ്ങനെ ഷൂട്ട് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ശബ്ദം കിട്ടി ആ ഒരു സർജനും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അയാളുടെ കയ്യിലുള്ള ആ ഒരു തൂക്കൊണ്ട് ചെന്നായനെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഒരു വിധത്തിൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ രക്ഷപ്പെട്ടു. അതേസമയം താഴെയാണെങ്കിൽ ഇവർ നിർത്താതെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഒരു ചെന്നായി എങ്ങനെയോ അകത്തേക്ക് കയറിയിട്ട് അവരുടെ കൂടെയുള്ള ഒരുത്തനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതും എന്തായാലും എന്റെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയത്തില്ല, അവസാനിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ വീണ്ടും സമാധാനപരമായിട്ട് ശാന്തമായിട്ട് ശബ്ദമൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇവര് ആ ഒരു ജനാലുണ്ടല്ലോ അതെല്ലാം വീണ്ടും തടിയെല്ലാം വെച്ചിട്ട് അങ്ങനെ അടിച്ചു വെക്കുകയാണ്. ഇനിയിപ്പോൾ വിഷമിക്കല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഹീറോയിൻ ഇപ്പോൾ ഒരു കാര്യം പറയുന്നത്. ഈ ഒരു വീടിനടിയിൽ ഒരു ഗ്യാരേജ് പോലെയുണ്ട്, അവിടെ ഒരു കാർ ചിലപ്പോൾ കാണും, പക്ഷെ അതിന് കീയൊന്നുമില്ല, അല്ലാണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആരെ കൊണ്ടെങ്കിലും കഴിയുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ജോ എന്ന് പറഞ്ഞൊരു സോൾജറിനെ അതും അറിയാം. അപ്പോൾ അവൻ പറയും, എനിക്കറിയാം, പക്ഷേ ഇവിടെ നിന്ന് വെളിയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഈ വീടിനടുത്തുനിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് അതുള്ളത്, ഞാൻ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവർ ചെന്നാൽ എന്തായാലും എന്നെ കൊല്ലും. അപ്പോൾ അടുത്തുള്ള സാം എന്ന് പറഞ്ഞ മറ്റൊരു സോൾജർ പറയും, ശരി ഞാൻ എന്തായാലും നിന്നോടൊപ്പം വരാം, ആ ഒരു ചെന്നായനെ ഞാൻ ദിശ മാറ്റി കൊണ്ടുപോകാം, ആ ഒരു സമയത്ത് നീ അവിടേക്ക് ചെന്ന് ആ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഇത് കേൾക്കുമ്പോഴത്തേക്കും ആദ്യം എല്ലാവർക്കും ഒരാളെ നഷ്ടപ്പെടുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയില്ലേ, അതുകൊണ്ട് ആർക്കും അത്തരം മനസ്സില്ലെങ്കിലും പിന്നീട് അത് നല്ലൊരു പ്ലാൻ ആണെന്ന് മനസ്സിലാക്കി സാമിനെ ഒരു കയറ് കെട്ടി താഴേക്ക് ഇറക്കാണ്. അപ്പോൾ സാം ആണെങ്കിൽ താഴേക്ക് വന്ന് ഒരു ഫ്ലെയർ ലൈറ്റ് എടുത്ത് അങ്ങനെ കത്തിക്കുമ്പോൾ ആ ഒരു ചെന്നായ്ക്കളെല്ലാം ഇപ്പോൾ അവന്റെ അടുത്തേക്ക് ഓടി വരുന്ന സമയത്ത് നമ്മുടെ ജോ ഉണ്ടല്ലോ ആ ഒരു സോൾജർ അവൻ ഇപ്പോൾ ഓടി ആ ഒരു ഗ്യാരേജിന്റെ അടുത്തേക്ക് ചെല്ലാണ്. സത്യത്തിൽ ഈ ഒരു ഗ്യാരേജ് വീടിന് അടിയിലല്ല, സോറി എനിക്ക് തെറ്റിയതാണ്, ഇത് കുറച്ച് അകലായിട്ട് മാറിയിട്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ താഴെ ഇറങ്ങിയ സാം എന്ന് പറഞ്ഞ ആ ഒരു സോൾജർ ഉണ്ടല്ലോ അവനെ കയറി കെട്ടി വെച്ചേക്കല്ലേ, അവനെ വലിച്ചിപ്പോൾ മുകളിലേക്ക് കയറ്റുന്നു. ജസ്റ്റ് മിസ്സിൽ അവനെ രക്ഷപ്പെട്ടു. മുകളിലേക്ക് വന്നിട്ട് അവൻ പറയും, ഓ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതും ഇപ്പൊ ആ ഒരു കയറിൽ പിടിച്ച് വലിച്ച് താഴെ നിന്നൊരു ചെന്നായ ഉണ്ടല്ലോ അത് മുകളിലേക്ക് കയറി വരുന്നു. അപ്പൊ ഇവർ പെട്ടെന്ന് കയ്യിലുള്ള ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ആ ഒരു കയറ് അങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുന്നു. അത് മുകളിലേക്ക് കയറി വരുന്നതിന് മുന്നേ തന്നെ മറ്റൊരുത്തൻ അവരുടെ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഫ്ലാഷിങ്ങിന് അടിച്ചു കൊടുക്കുന്നതും അതിൽ ആ ഒരു ചെന്നായ പിടിവിട്ട് താഴേക്ക് പോയി. ഒരു വിധത്തിൽ ഇവർ വീണ്ടും രക്ഷപ്പെട്ടു. അതേസമയം ഗ്യാരേജിനകത്ത് കയറിയ ജോ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ അവനിപ്പോ കാർ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ട്രൈ ചെയ്തിട്ട് ഒരു വിധത്തിൽ കാർ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വേറെ ഒന്നുമല്ല, നേരത്തെ ഒരു സോൾജറിനെ ആ ഒരു ചെന്നായി വലിച്ചെടുത്തിട്ട് പോയല്ലോ അവനിപ്പോൾ മുന്നിൽ വെച്ച് കടിച്ചിങ്ങനെ തിന്നാണ്. അതുമല്ല അവന്റെ തലയാണെങ്കിലോ ഈ ഒരു കാറിന് മുകളിലേക്ക് വലിച്ചെറിയും. ഇത് കണ്ട് ജോ പെട്ടെന്ന് കാറ് റിവേഴ്സ് എടുത്ത് അങ്ങനെ കുറേ ദൂരം പുറകിലേക്ക് പോയിട്ട് ഓ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതും അടുത്തൊരു ടെസ്റ്റ് ആ ഒരു കാറിനകത്ത് മറ്റൊരു ചെന്നായി ഉണ്ടായിരുന്നു. അതോടെ ജോയുടെ കാര്യം അവിടെ വെച്ച് അവസാനിച്ചു. അപ്പൊ ഇതൊന്നും അറിയാതെ കാറിന്റെ ശബ്ദം കേട്ട് ഉള്ളിലുള്ള എല്ലാവരും ശരി ബാ നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് എല്ലാവരും ഓടി കാറിനടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതിനകത്ത് നിറയെ രക്തം. അതുമല്ല അതിനകത്ത് ആ ഒരു ചെന്നായിനെ കൂടി കാണുന്നതും പെട്ടെന്ന് എല്ലാവരും കൂടി അതിനകത്തേക്ക്
തോക്കുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് അതേ സ്പീഡിന് വീണ്ടും വീടിനകത്തേക്ക് ഓടി കയറുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറി വന്നിട്ട് വീണ്ടും ഇവർക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് വീണ്ടും അവർ ക്യാപ്റ്റന്റെ ഓർമ്മ വരുന്നത്. ഇത്തവണ എന്തായാലും അവനെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അവർ ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ ഇപ്പോൾ നല്ലതുപോലെ അടിച്ചിട്ട്, നിനക്കിതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാം, അതെല്ലാം എന്താണെന്ന് എന്നോട് പറയും എന്നും പറഞ്ഞിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ ഇപ്പോൾ അഹങ്കാരത്തോടെ ഇവരോട് പല കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങുന്നു. സത്യത്തിൽ ഈ ഒരു കാടിനകത്ത് ഇതുപോലെ മനുഷ്യ ചെന്നായ്ക്കളുണ്ടെന്നുള്ള കാര്യം ഇവരുടെ ഗവൺമെന്റിനെ നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് ഇവരെല്ലാവരെയും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാടിനകത്തേക്ക് ട്രെയിനിങ്ങിനെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടത്. അതും അവർക്ക് എന്തോ ടെസ്റ്റ് നടത്താൻ വേണ്ടി. കാരണം ഇവരെല്ലാവരും ആ ഒരു കാടിനകത്ത് പോയി കഴിഞ്ഞാൽ സർവൈവ് ചെയ്യോ, അതെല്ലാം എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ സർജൻ ഉണ്ടല്ലോ, അവനാണെങ്കിലും നല്ല ദേഷ്യം വന്നിട്ട് എന്റെ പിള്ളേരെയും ഈ ഒരു കാടിനകത്തേക്ക് വിട്ട് കൊല്ലാൻ നോക്കുന്നതെന്നും പറഞ്ഞ് ഓടി വന്ന് ഈ ഒരു ക്യാപ്റ്റന്റെ ഒരു ഒറ്റ ഇടി കൊണ്ട് താഴെ വീഴുമ്പോഴത്തേക്കാണ് ആ ഒരു ക്യാപ്റ്റന്റെ കണ്ണ് പതിയെ മാറാൻ തുടങ്ങുന്നു. അതേപോലെ തന്നെ അവന്റെ കൈകൾ മാറുന്നു, നഖമെല്ലാം വളരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവനും ഒരു ചെന്നായിട്ട് മാറാണ്. അങ്ങനെ ഈ ഒരു കാര്യം കണ്ട് എല്ലാവരും ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ അവനും ഒരു ചെന്നായിട്ട് ഇങ്ങനെ മാറി ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഒരു വാളുകൊണ്ട് അതിനൊരു ഒറ്റക്കുത്ത്, മറ്റൊരു സോൾജർ ആണെങ്കിൽ തോക്കുകൊണ്ട് അതിനെ ഷൂട്ട് ചെയ്യുന്നു. ഹീറോയിൻ ആ ഒരു ക്യാമറ ലൈറ്റ് എടുത്ത് ഫ്ലാഷ് അടിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കാരണം ആ ഒരു ചെന്നായിക്ക് ഇപ്പോൾ അകത്ത് നിൽക്കാൻ കഴിയാതെ വെളിയിലേക്ക് ഓടിപ്പോവാണ്. അങ്ങനെ വീണ്ടും ആ ഒരു ജനാലയെല്ലാം അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു വീടിനകത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ താമസിച്ചിരുന്ന. അതെല്ലാം കണ്ടിട്ടാണ് ഇവർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നത്. അവരെല്ലാവരും ഈ മനുഷ്യ ചെന്നായ്ക്കളായിരുന്നു. അത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാടിനകത്ത് അവർ വീട് വെച്ച് ഇതേപോലെ താമസിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റി ഹീറോയിനോട് ചോദിക്കുമ്പോൾ അവൾക്കൊന്നും അറിയത്തില്ല എന്നാണ് പറയുന്നത്. അതുപോലെ അവൾ ഇടയ്ക്കിടയ്ക്കാണല്ലോ ഇവിടേക്ക് വരുന്നത്. അതുപോലെ 2 വർഷമായിട്ട് അവൾ ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലായ ഒരേ ഒരു കാര്യം, ഈ ഒരു ചെന്നായ്ക്കളെല്ലാം എപ്പോഴും കൂട്ടമായിട്ടായിരിക്കും താമസിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ ഒരു ചെന്നായ്ക്കളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള ആ ഒരു ഗ്യാരേജില്ലേ, അതിനകത്തായിരിക്കും അതെല്ലാം കഴിയുന്നത്. നമുക്ക് ആ ഒരു ഗ്യാരേജ് തകർക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും കൊല്ലാൻ കഴിയും എന്നിങ്ങനെ പറയുന്നത് കേൾക്കുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം ഞാൻ ചെയ്യാം. ഇപ്പോൾ വെളിയിൽ കിടക്കുന്ന ആ ഒരു കാറില്ലേ, അതിനകത്ത് ഗ്യാസ് മറ്റു കാര്യങ്ങളെല്ലാം പൊട്ടിത്തെറിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇട്ടിട്ട് അത് ആ ഒരു ഗ്യാരേജിനുള്ളിലേക്ക് മാറ്റി പിന്നീട് അത് തകർത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാൻ നടപ്പിലാവും. അങ്ങനെ നമ്മുടെ ഹീറോയും മറ്റൊരു സോൾജർ കൂടി ചേർന്ന് വെളിയിലേക്ക് ഇറങ്ങി ഈ ഒരു ഗ്യാസ് ഒക്കെ ഉണ്ടല്ലോ അതെടുത്ത് വണ്ടിയിലേക്ക് ഇടുന്നു. അപ്പോൾ ഇവര് ചെന്നായ്ക്കൾ എന്തായാലും ചുറ്റിനും കാണത്തില്ല, ആ ഒരു ഗ്യാരേജിനുള്ളിൽ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞിട്ടാണ് ഇവർ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ അടിയിലേക്ക് കയറി അതിന്റെ പെട്രോള് അത് ലീക്കാക്കി വിടുന്നുണ്ട്. എന്നിട്ട് ഹീറോ മുകളിലേക്ക് വന്ന് ആ ഒരു കാർ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് അത് ഓടിച്ച് ഈ ഒരു ഗ്യാരേജിനുള്ളിലേക്ക് വിടുന്നു. അതേസമയം നമ്മുടെ സർജന്റ് ഒരു പെട്രോൾ ബോട്ടിലെടുത്ത് അതിൽ തീ വെച്ചിട്ട് ഒരു ഒറ്റ എയർ ഹീറോ ഇങ്ങ് ഓടി അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഗ്യാരേജ് പൂർണ്ണമായിട്ടും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഓക്കെ, എന്തായാലും അതിനകത്ത് ചെന്നായ്ക്കളുണ്ടെങ്കിൽ അതെല്ലാം മരിച്ചു കാണും. നമ്മുടെ ഹീറോ ആണെങ്കിലും സേഫായിട്ട് ഓടി അകത്തേക്ക് കയറി എല്ലാവരും രക്ഷപ്പെട്ടു എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിൻ അടുത്തൊരു ടെസ്റ്റ് ഇവർക്ക് കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, അവള് പറയും ഈ ഒരു ചെന്നായ്ക്കള് വേറെ ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ അവരും അതേപോലെ ചെന്നായ്ക്കളായിട്ട് മാറും. അതെങ്ങനെയാണെന്നറിയോ, നിങ്ങളുടെ ആ ഒരു ക്യാപ്റ്റൻ അയാൾ ആ ഒരു കാടിനകത്ത് പരിക്കുപറ്റി കിടക്കുന്ന സമയത്ത് അയാളെ ആ ഒരു ചെന്നായി അറ്റാക്ക് ചെയ്തിരുന്നു. വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് അയാൾ വീണ്ടും ഇവിടെ വെച്ച് ആ ഒരു ചെന്നായിട്ട് മാറിയത്. ഇപ്പോൾ ഹീറോയിൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സർജന്റില്ലേ, അയാളും ഉടനെ തന്നെ ഒരു ചെന്നായിട്ട് മാറുമെന്നാണ്. കാരണം അവന് നല്ലതുപോലെ പരിക്കുപറ്റി നമ്മളത് ഗുണപ്പെടുത്തി, അതുകൊണ്ട് ഇനി അയാളും ഒരു ചെന്നായിട്ട് മാറും. അത് കഴിഞ്ഞ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഒന്നൊന്നര ടെസ്റ്റ് കൂടി പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയിൻ ഈ ഒരു കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഹീറോയിനും ഒരു ചെന്നായി തന്നെയാണ്. പക്ഷെ അവൾക്ക് ആ ഒരു ചെന്നായിട്ട് മാറുന്ന ആ ഒരു കഴിവുണ്ടല്ലോ, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നേരം സാധാരണ മനുഷ്യനെ പോലെ തന്നെ നിന്നിരുന്നത്. അതുപോലെ അതേ 2 വർഷമായിട്ട് ഇവളെന്തോ സ്റ്റഡി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതെല്ലാം ഇവളെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ് അവൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഈ ഒരു സർജനുമായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നും പറഞ്ഞിട്ടാണ് ഇവൾ ഇത്രയും നേരം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അവൾക്ക് അതിനെ കൊണ്ട് കഴിഞ്ഞില്ല. അവളുടെ കുടുംബത്തെ വിട്ട് അവൾക്ക് ഒരിക്കലും ഇവിടെയും പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇവരെല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആ ഒരു ഗ്യാരേജിനുള്ളിൽ ചെന്നായ്ക്കളെല്ലാം ഉണ്ടെന്ന് അവൾ വെറുതെ കള്ളം പറഞ്ഞതാണ്. ഇവരങ്ങനെ ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു വീടിനകത്ത് എല്ലാ ഡോറും അവൾ തുറന്നു വിട്ടിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയുടെ മുന്നിലേക്ക് നിന്നിട്ട് അങ്ങനെ അവളും ഒരു ചെന്നായിട്ട് മാറുന്നതും അവളുടെ പുറകെ ബാക്കി ചെന്നായ്ക്കളെല്ലാം ഇങ്ങനെ വരികയാണ്. അതേസമയം ആ ഒരു സോൾജർ ഉണ്ടല്ലോ ഹീറോയുടെ കൂടെയുള്ള, അവൻ പെട്ടെന്ന് അവളെ ഷൂട്ട് ചെയ്തിട്ട് ഇവരിപ്പോൾ 3 പേര്, ബാക്കിയുള്ള 3 പേരാണ്, അവർ 3 പേരും 3 വഴിക്കായിട്ട് ഓടി ഇങ്ങനെ രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഓടുന്ന സമയത്ത് നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ആ ഒരു സർജന്റും അവർ 2 പേരും മുകളിലേക്ക് ഓടിക്കയറുന്നു. പക്ഷേ സാം എന്ന് പറഞ്ഞ ആ ഒരു സോൾജർ മാത്രം അവൻ മാത്രം താഴെ പെട്ടുപോയി. അതുകൊണ്ട് അവൻ നേരെ കിച്ചണിലേക്ക് ഓടിച്ചെന്ന് ഡോറിൽ അടയ്ക്കുന്ന സമയത്ത് ആ ഒരു ചെന്നായിപ്പോൾ അതും പൊളിച്ച് അകത്തേക്ക് കയറി വരും. അപ്പോൾ ഇവൻ പെട്ടെന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാബാ ഒരു കൈ നോക്കാം, എന്നെ തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമല്ലേ എന്നും പറഞ്ഞ് അതിനോട് നല്ല ഇതിൽ ഫൈറ്റ് ചെയ്യാണ്. എന്നിട്ട് അടുത്തിരിക്കുന്ന ഒരു കത്തിയെടുത്ത്
അതിന്റെ കഴുത്തിലേക്ക് നല്ലതുപോലെ ഇങ്ങനെ കുത്തുന്നുണ്ട്. പക്ഷെ അത് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ഇവൻ അടിച്ചു കളയുന്നു. ഇവനും വീണ്ടും നിൽക്കാണ് ബോക്സിങ് ചെയ്യുന്നത് പോലെ. എന്നിട്ട് പ്ലേറ്റ് എല്ലാം വലിച്ചു വരി ഇങ്ങനെ എറിയുന്നു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. 2 ചെന്നായ്ക്കൾ കൂടി അതിനകത്തേക്ക് കയറി വന്ന് അവനെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യാണ്. അതേസമയം ഹീറോയും ആ ഒരു സർജന്റും മുകളിലേക്ക് ഓടി വന്നിട്ട് ഗ്രനേഡ് എല്ലാം ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട് അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷെ അതാണെങ്കിലോ ബുദ്ധിയുള്ളത് മനുഷ്യനും കൂടിയല്ലേ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഇവരെ രണ്ടുപേരും അകത്തുള്ള ഒരു ബാത്റൂമിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ചെന്നായ ഓടി വരുന്നതും തീയെല്ലാം വെച്ചിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോ ആ സൈഡിൽ നോക്കുമ്പോഴത്തേക്കാണ് അടുത്തേക്കൊരു റൂമുണ്ട്, അതിനകത്തേക്ക് കയറി പോവാന്ന് പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു ഹോളിട്ട് അതുവഴി അകത്തേക്ക് കയറി അകത്ത് കയറിയിട്ട് ഇവർ രണ്ടുപേരും അത് മൂടി വെക്കുന്നതും ഇപ്പൊ ആ ഒരു സർജന്റ് അകത്ത് നിന്ന് പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാനും ഒരു ചെന്നായിട്ട് മാറും, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ചോദിക്കുമ്പോൾ ഈ ഒരു റൂമും തകർത്ത് ആ ഒരു ചെന്നായ അകത്തേക്ക് കയറി വരികയാണ്. അങ്ങനെ അത് കാണാതിരിക്കാൻ വേണ്ടി രണ്ടുപേരും അടുത്തുള്ള ഒരു കബോർഡിനകത്തേക്ക് കയറി ഒളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കുറേ നേരം ഇരിക്കുമ്പോൾ എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ചേട്ടാ ഇതെവിടുന്നാ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് തോക്കെടുത്ത് താഴേക്ക് ഷൂട്ട് ചെയ്യും. അതേസമയം ആ ഒരു കബോർഡ് പൊളിഞ്ഞ് രണ്ടുപേരും നേരെ താഴേക്ക് വന്ന് വീഴാണ്, താഴത്തെ ആ ഒരു ഫ്ലോറിലേക്ക്. എന്താണെന്ന് കാണിക്കുമ്പോൾ അവിടെ വന്ന് വീഴുമ്പോഴത്തേക്കാണ് വേറെ ഒന്നുമല്ല, ഈ ഒരു കുടുംബം കുറേ നാളായിട്ട് ഒരുപാട് പേരെ വേട്ടയാടി കൊല്ലുകയല്ലേ, അവരുടെ എല്ലാവരുടെ എല്ലുകളെല്ലാം ഇവിടെയാണ് കിടക്കുന്നത്. അതുപോലെ അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും അടിയിലൂടെ മറ്റൊരു വഴിയുണ്ട്. അപ്പോൾ ഇതുവഴി ഇവർക്ക് വെളിയിലേക്ക് പോകാൻ കഴിയുമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ നേരെ താഴേക്ക് ചാടുമ്പോൾ ആ ഒരു സർജന്റ് കൂടെ വന്നിട്ട് ഹീറോയോട് പറയും ഞാൻ എന്തായാലും വരുന്നില്ല, കാരണം കുറച്ച് കഴിഞ്ഞാൽ ഞാനും ആ ഒരു ചെന്നായിട്ട് മാറും, അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ ഈ ഒരു ക്യാമറ പിടിക്കുക, ഇതിൽ ഈ ഒരു ചെന്നായ്ക്കളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്, നമ്മൾ ഫോട്ടോ എടുത്തതും വീഡിയോ എടുത്തതെല്ലാം അത് നീ വെളിയിൽ കൊണ്ടുപോയിട്ട് എല്ലാവരെയും കാണിക്കണം, അതുകൊണ്ട് ഗവൺമെന്റ് ചെയ്ത ആ ഒരു കാര്യങ്ങളെല്ലാം എല്ലാവരെയും നീ അറിയിക്കണം എന്നിങ്ങനെ പറയണ. സത്യം പറഞ്ഞാൽ ആ ഒരു ഗവൺമെന്റിനാണെങ്കിലും അറിയാം ഇതിനകത്ത് ചെന്നായ്ക്കളുണ്ടെന്ന്, അത് മനസ്സിലാക്കിയാണ് മനഃപൂർവ്വം ഇവരെല്ലാവരും ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. അതുമാത്രമല്ല ഈ ഒരു ചെന്നായ്ക്കളെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് ട്രെയിനിങ് ചെയ്തിട്ട് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനും കൂടി വേണ്ടി. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ആ ഒരു സർജന്റ് ആ ഒരു കിച്ചണിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ചെന്നായ്ക്കളെല്ലാം ഇപ്പോൾ അകത്തേക്ക് ഇങ്ങനെ കയറി വരുന്നു. അതേസമയം അവിടെയുള്ള ആ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടല്ലോ അതിന്റെ പൈപ്പ് അങ്ങനെ കട്ട് ചെയ്തിട്ട് തീ വെച്ചു കൊടുക്കുന്നതും മൊത്തത്തിൽ ആ ഒരു വീട് പൊട്ടി അങ്ങ് തെറിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ മാത്രം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. ഇപ്പൊ അവിടേക്ക് ആ ഒരു ക്യാപ്റ്റൻ ചെന്നായിട്ട് മാറിയല്ലോ, അവൻ ഇപ്പോൾ അവിടേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയെ നല്ലതുപോലെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ അടുത്തേക്ക് വരുന്നു. അതിലെ ഹീറോയോട് അവൻ ഒരുപാട് ദേഷ്യമുണ്ട്, അതുകൊണ്ട് ഒരു കമ്പെടുത്ത് ഹീറോയുടെ വായിലേക്ക് കുത്താനായിട്ട് ഇങ്ങനെ വരുന്നതും അവിടെ വേറൊരു ചെറിയ നായ ഉണ്ടല്ലോ ഈ ഒരു വീട്ടിൽ വളർത്തുന്ന, അത് വന്ന് ഈ ഒരു ചെന്നായനെ കടിക്കുന്ന സമയത്ത് അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ക്യാപ്റ്റൻ ചെന്നായ പെട്ടെന്ന് തിരിയുന്ന സമയത്താണ് ഹീറോ അവിടെ എല്ലാം തപ്പി നോക്കുമ്പോൾ ഒരു സിൽവർ കളറിലുള്ള ആ ഒരു കത്തി ഇങ്ങനെ കിട്ടാണ്. സ്റ്റാർട്ടിങ് സീനിൽ ആ ഒരു കപ്പിൾസ് കാട്ടിലിരിക്കുമ്പോഴത്തേക്കും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്തല്ലോ, അത് നമ്മുടെ ഹീറോയുടെ കയ്യിൽ കിട്ടുന്നതും ഈ ഒരു കത്തി ഒരിക്കലും ചെന്നായ്ക്കൾക്ക് ശരിയാവത്തില്ല എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്ക് അറിയാം. അതുകൊണ്ട് ആ ഒരു കത്തിയെടുത്ത് ചെന്നായുടെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ കുത്ത്, എന്നിട്ട് അത് വേദന കാരണം താഴേക്ക് വീഴുമ്പോൾ തൻ്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് തൻ്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് ആ ഒരു ക്യാപ്റ്റൻ ചെന്നായെ അവൻ കൊല്ലുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ചെന്നായ്ക്കൾ ഇവിടെ ഉണ്ടാവത്തില്ല. ഇപ്പോൾ രക്ഷപ്പെട്ടത് ഹീറോയും ആ ഒരു വീട്ടിലെ വളർത്തുനായയും മാത്രമാണ്. രണ്ടുപേരും പതിയെ വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതും അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു ന്യൂസ് പേപ്പറിലെല്ലാം ഹീറോ കണ്ടുപിടിച്ച ഈ ഒരു കാര്യം അവൻ എല്ലാവർക്കും കൊടുത്തു. അത് കാരണം ഗവൺമെന്റ് ചെയ്ത ആ ഒരു തെറ്റല്ല എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് ഈ ഒരു ചെന്നായ്ക്കളെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ള രീതിയിൽ ആ ഒരു ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നതും അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവി ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.